ഇന്ന് നമുക്ക് ഒരു പഴയകാല വിഭവം തന്നെ നോക്കാം കേട്ടോ. ഇത് പുളിക്കുത്തി ഉപ്പേരി. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു 150 ഗ്രാം ചേനയും കായും 100 ഗ്രാം കായും നുറുക്കിയത് ഇതിലോട്ടിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മസാലക്കൂട്ട് ഈ ഉപ്പേരിയിലേക്ക് ഇടാനായിട്ടാണ്. അത് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ പാകത്തിന് വറ്റൽമുളക് എല്ലാം എടുത്തിട്ട് നല്ല പോലെ വറക്കുക. ഇതൊന്ന് ഒരു മണം വരുമല്ലോ, വറുത്തൊരു മണം വരുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് വറുത്ത് മാറ്റി വയ്ക്കുക. ഇത് നല്ല പോലെ വറവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ച ശേഷം ഇതേ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരി, അത് പുഴുക്കലരി വേണമെങ്കിൽ എടുക്കാം, അല്ല പച്ചരി വേണമെങ്കിൽ ഏതായാലും വേണ്ടില്ല, നല്ല മൊരുന്നനെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അരി വറുത്തതും മറ്റേ മസാല വറുത്തതും രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. ഈ ചേനയും കായയിലും ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചു, കുറച്ച് കേട്ടോ, വളരെ കുറച്ച്. അത് ഞാൻ ആ വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ അധികമല്ലേ, ഒരു നുള്ളു പുളി പിഴിഞ്ഞൊഴിച്ച് അതിൽ ഒരു നുള്ളു ശർക്കരയും ഇട്ടു ഞാൻ. ആ ശർക്കര ഇടുന്നത് കണ്ടല്ലോ. പുളി വളരെ ശ്രദ്ധിച്ചിട്ടേ ഒഴിക്കാൻ പാടൂ, അധികമാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കായയും പയറും ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടിയുണ്ടല്ലോ, അത് ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു 6-7 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വളരെ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തീ കൂടാൻ പാടില്ല. അപ്പം നമ്മുടെ പുളിക്കുത്തി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് പുളി ഒഴിച്ചത് കൊണ്ടല്ല കേട്ടോ ഇതിനെ പുളിക്കുത്തി എന്ന് പറയുന്നത്. ആ പൗഡറിനെയാണ് പുളിക്കുത്തി പൗഡർ എന്നാണ് പറയുക. പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണത്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. കറിവേപ്പിലയുടെ മണം, ഫ്ലേവർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.